തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവാരോപണം. കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു. കേസെടുത്ത് പോലീസ്. നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ശബരിമലയും ചികിത്സാ പിഴവും സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സുപ്രധാന ബില്ലുകളും സഭയിലേക്ക്. സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിടാൻ LDF യോഗം ഇന്ന്. പ്രകടന പത്രിക തയ്യാറാക്കാൻ സബ് കമ്മിറ്റിയെ തീരുമാനിക്കും. വിവാദ വിഷയങ്ങളും ചർച്ചയായേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കേരളത്തിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ചീഫ് സെക്രട്ടറിയുമായും ഇന്ന് കൂടിക്കാഴ്ച. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ തുടർ നടപടികളും ചർച്ച ചെയ്യും. കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി മണിശങ്കർ അയ്യർ. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മണിശങ്കർ അയ്യർ. സഖ്യത്തിന്റെ നേതാവാകേണ്ടത് മമതാ ബാനർജിയാണെന്നും തുറന്നു പറച്ചു. വാർത്തകളിലേക്ക് വിശദമായി തന്നെ പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തലസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണത്തിലേക്കാണ്. കാട്ടാക്കടയിൽ കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു. ശ്വാസം മുട്ടലിന് ചികിത്സയ്ക്കെത്തിയ 2.5 വയസ്സുകാരി കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവെപ്പുകൾ എടുത്തു. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഗുരുതരാവസ്ഥയിലാവുകയും അതിനുശേഷം അതിന്റെ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം മാതാപിതാക്കളെ പോലും അറിയിക്കാതെയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അനുശ്രീ, തീർച്ചയായും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ പറയുന്ന 2.5 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം. കാട്ടാക്കട ഉറിയക്കോട് സ്വദേശിയായ സിദ്ദിഖ് ഫൈസദ് ദമ്പതികളുടെ ഇരട്ട കുട്ടികളുടെ 2ാമത്തെ കുട്ടിയായ ഐഷ ഫാത്തിമയാണ് മരണത്തിന് കീഴടങ്ങിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ 18-ാം തീയതിക്ക് കുട്ടിക്ക് കണ്ണിന് ചുറ്റും ഒരു നീർക്കെട്ട് ഉണ്ടാകുന്നു. തുടർന്ന് കുട്ടിയെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ കാണിക്കുന്നു. രോഗം ഭേദമാവാത്തതിനെ തുടർന്ന് കുട്ടിയെ ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി ഈ പറയുന്ന പരിശോധന നടത്തുന്നു. തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകിയായിരുന്നു കുട്ടിയെ അന്ന് വീട്ടിലേക്ക് വിടുന്നു. എന്നിരുന്നാലും രാത്രിയോടുകൂടി വീണ്ടും ശ്വാസം മുട്ടൽ ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും പരിശോധനകൾ നടത്തി പോകുന്നു. രക്തപരിശോധന ഉൾപ്പെടെ നടത്തി വീട്ടിലേക്ക് മടങ്ങി 19-ാം തീയതി. 20-ാം തീയതി രാവിലെ തന്നെ ഈ കുടുംബം വീണ്ടും ആശുപത്രിയിലേക്ക് വരുന്നു. കാരണം ഈ പറയുന്ന രോഗം ഭേദമാവുന്നില്ല എന്നൊരവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് നടത്തിയ ഒരു പരിശോധനയെ തുടർന്ന് കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇഞ്ചക്ഷൻ നൽകുന്ന സമയത്ത് കുട്ടിയുടെ ഒരു വശത്തേക്ക് കോണിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ പറയുന്നത്. കുട്ടിക്ക് അബോധാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു പറയുന്നത്. തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്താണെന്ന് പറയുമ്പോഴായിരുന്നു കുട്ടിക്ക് അല്പം സീരിയസ് എന്ന് അവരോട് പറയുന്നത്. അതുവരെ അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഗൗരവമായ ഒരു ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ രക്ഷിതാക്കളെ സ്ഥാനത്ത് തന്നെ മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് കുടുംബത്തിന് ലഭിച്ചിരുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്ക് ഒരു അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു പ്രാഥമികമായി അറിയുന്നത്. അലർജിയെ തുടർന്നാണ് ഈ പറയുന്ന ചികിത്സയൊക്കെ നടന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ആശുപത്രിയിൽ ആദ്യം ചികിത്സ നൽകിയ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഗൗരവമായി ഒരു വിഷയം തന്നെയാണ്. ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആര്യനാട് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അനുശ്രീ, അതുപോലെ തന്നെ കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയുന്നത് എന്ത് തരം ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് എടുത്തത്? ഇനി ആ ഇഞ്ചക്ഷൻ എടുത്തതിലെ മരുന്ന് മാറിപ്പോയതാണോ കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ടല്ലേ?
തീർച്ചയായും എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്, കുട്ടിയുടെ ആരോഗ്യനില എന്തായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ഇതിനൊരു പിഴവ് സംഭവിച്ചതെന്ന ഗൗരവമായൊരു അന്വേഷണം തന്നെ വേണ്ടിവരും. അത് തീർച്ചയായും അതിനുള്ള നടപടി ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് അതിനൊരു മറ്റൊരു വസ്തുത. കാരണം കുട്ടിയുടെ ജീവനാണ് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം നെടുമങ്ങാട് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. അതും ചികിത്സാ പിഴവ് തന്നെയായിരുന്നു എന്നൊരു വാദം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരു ചികിത്സാ പിഴവ് ഗൗരവമായ ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്, കുട്ടിക്ക് ഏതൊരു ഇഞ്ചക്ഷനാണ് കൊടുത്തത്, എന്താണ് ഇതിനുണ്ടായ ഒരു മരണ കാരണം, ഇതൊക്കെ വരും മണിക്കൂറുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ തന്നെയായിരിക്കും ഇതിനൊരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളെങ്കിലും അന്വേഷണം ആവശ്യമാണെന്നുള്ളതിൽ ഉറപ്പ്. ഇതിൽ തന്നെയാണ് കുടുംബവും ഉറച്ചു നിൽക്കുന്നത്. അനുശ്രീ, ശരി, കാട്ടാക്കടയിലാണ് കുത്തിവയ്പ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ശ്വാസമുട്ടലിനെ തുടർന്നുള്ള ചികിത്സയ്ക്കെത്തിയ 2.5 വയസ്സുകാരി കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവയ്പ്പുകൾ എടുത്തിരുന്നു. അതിനുശേഷമായിരുന്നു കുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാവുകയും കുട്ടിയെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഇനി അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ OP അധ്യാപന ബഹിഷ്കരണം തുടരുന്നു. അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിയതോടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. നിലവിൽ OP സേവനങ്ങൾ PG ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മുന്നോട്ടു പോകുന്നത്. സർക്കാർ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ ഫെബ്രുവരി 26 മുതൽ പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്നടക്കം മാറി നിൽക്കാനാണ് KGM-CTA തീരുമാനം. ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ശക്തമായ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. തന്ത്രിയുടെ ജാമ്യവിധിയിൽ കോടതി നടത്തിയ പരാമർശങ്ങളും സർക്കാരിനെതിരെയുള്ള തന്ത്രിയുടെ ആരോപണങ്ങളും പ്രതിപക്ഷം ആയുധമാക്കും. പുതിയുഗ യാത്ര നയിക്കുന്നതിനാൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിലെത്തില്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ബിൽ അടക്കമുള്ള സുപ്രധാന ബില്ലുകളും ഇന്ന് സഭ പരിഗണിക്കും. സീറ്റ് വിഭജന ചർച്ചകളുടെ സമയക്രമം തീരുമാനിക്കാനും മേഖലാ ജാഥകളുടെ വിജയം വിലയിരുത്താനും ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ ആരംഭിക്കും. CPI-യുമായാകും ആദ്യ ചർച്ച. CPI 25 സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സമിതിക്കും ഇടതുമുന്നണി രൂപം നൽകിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ UDF. വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങിനാണ് രാഹുൽ എത്തുന്നത്. ചടങ്ങിൽ UDF നേതാക്കളെല്ലാം പങ്കെടുക്കും. മുസ്ലിം ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. ചേലക്കരയും കോങ്ങാടും വച്ചുമാറുന്നതിൽ കോൺഗ്രസും ലീഗും ചർച്ച തുടരുകയാണ്. 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CNP. മട്ടന്നൂർ, ആറ്റിങ്ങൽ എന്നിവയ്ക്ക് പകരം 2 സീറ്റുകൾ വേണമെന്ന് RSP ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ തലസ്ഥാനത്തെത്തി. ഇന്നലെ രാത്രിയോടെയാണ് പ്രതിനിധി സംഘം തിരുവനന്തപുരത്തെത്തിയത്. ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ചീഫ് സെക്രട്ടറിയുമായും സംസ്ഥാന പോലീസ് മേധാവിയുമായും സംഘം ചർച്ച നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ തുടർ നടപടികളിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. 9 ലക്ഷം പേരാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആശങ്കകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ പരിശോധിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് ആരംഭിക്കും. ഇന്ന് വൈകിട്ട് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. രാത്രി നടക്കുന്ന ചടങ്ങിൽ ആറ്റുകാൽ അമ്പ പുരസ്കാരം മോഹൻലാലിന് സമർപ്പിക്കും. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലെ ഈ വർഷത്തെ ഉത്സവം ഇന്ന് വൈകിട്ട് 5:30 ദേവിയെ കാപ്പ് കെട്ടിക്കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കും. ഇന്ന് രാത്രി നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് മോഹൻലാൽ നിർവഹിക്കും. ഇതേ ചടങ്ങിൽ തന്നെ ആറ്റുകാൽ അമ്പ പുരസ്കാരം മോഹൻലാൽ ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും സ്വീകരിക്കും. ഇന്നു മുതൽ നടക്കുന്ന ഉത്സവം മാർച്ച് 4 വരെ നീണ്ടു നിൽക്കും. ഇതിലാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയും നടക്കുന്നത്. ഉത്സവത്തിന്റെ 3ാം ദിനമായ ഈ മാസം ഫെബ്രുവരി 25-നാണ് കുട്ടികളുടെ കുത്തിയോട്ട വൃദ്ധാരംഭം രാവിലെ 8:45 നടക്കുന്നത്. ഇത്തവണ 581 ബാലന്മാരാണ് ഈ വൃദ്ധാരംഭത്തിൽ പങ്കെടുക്കുന്നത്.
എല്ലാ ദിവസവും, അതായത് ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും തോറ്റമ്പാട്ട് അമ്പലത്തിൽ നടക്കും. ഈ ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ ഒരു പാണ്ഡ്യരാജാവ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന പേരിൽ കോവലനെ വധിക്കുന്നത്, ആ കഥാഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുഃഖസൂചകമായി മാർച്ച് 1-ന് അമ്പലം, അതായത് നട വൈകിയേ തുറക്കുകയുള്ളൂ. രാവിലെ 7 മണിയോടുകൂടിയാണ് നട അന്ന് തുറക്കുക. കഴിഞ്ഞ തവണയേക്കാളും കൂടുതൽ ഭക്തജനങ്ങളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും സംയുക്തമായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതോടുകൂടി പൂർത്തീകരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടമായി 1500 പോലീസുകാരെയാണ് ഇവിടേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം പൊങ്കാലയോട് അടുപ്പിച്ച് 4000-ഓളം പോലീസുകാർ വീണ്ടും എത്തും. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം മാർച്ച് 3-ാം തീയതിയാണ് നടക്കുക. അന്ന് സംസ്ഥാനത്തിന്റെ ഉടനീളമുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടേക്ക് എത്തും. അതിനൊപ്പം തന്നെ അടുത്ത ദിവസം പുലർച്ചെ 1 മണിക്ക് നടക്കുന്ന കുരുതർപ്പണത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താൻ ശ്രമങ്ങൾ ഊർജിതമാക്കി BJP. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള ചർച്ചകൾക്കായി കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി കിരൺ റിജിജു കേരളത്തിലെത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കിരൺ റിജിജു സന്ദർശിക്കും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, കിരൺ റിജിജു മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിൽ കിരൺ റിജിജു ഇന്ന് എത്തും. അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ നേതാക്കളുമായി പ്രധാനപ്പെട്ടതായി നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഒരു സന്ദർശനം നടത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ സിറോ മലബാർ സഭാ നേതൃത്വവുമായെല്ലാം തന്നെ അദ്ദേഹം ചർച്ച നടത്തും. പ്രധാനമായും ഇതൊരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിലെല്ലാം തന്നെയാണ് ഇതിനെ കാണുന്നതെങ്കിലും നമുക്കറിയാം ഇതിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുക, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെയും കൃത്യമായ രീതിയിലൊരു ക്യാമ്പയിൻ നടത്തുക എന്നതെല്ലാം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിന് ഈ സന്ദർശനത്തിൽ പ്രധാനമായിട്ട് തന്നെ NDAയിലേക്ക് ചേർന്ന, പ്രത്യേകിച്ച് 2020 അടക്കമുള്ളവർ NDAയിലേക്ക് ചേർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം എത്തുന്നത്. ഇന്ന് 2020 ചെയർമാൻ ബാബു ജേക്കബ് തുടങ്ങിയവരെല്ലാവരും തന്നെ ഇന്ന് അദ്ദേഹത്തെ കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരുമായെല്ലാം തന്നെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ ഒരു അനൗദ്യോഗികമായിട്ട് തന്നെ ഒരു ചർച്ച ഇതെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മധ്യ തിരുവിതാംകൂർ മേഖലാ കമ്മിറ്റി ഓഫീസ് തൃക്കാക്കരയിൽ ഇന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി അതായിട്ടാണ് വരുന്നത്. കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. പ്രത്യേകിച്ച് എറണാകുളവും കോട്ടയവും എല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖല വലിയ രീതിയിലൊരു ശക്തി കേന്ദ്രം തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രവർത്തനം നടത്തുക, കൂടുതൽ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കുക തുടങ്ങിയ എല്ലാവരുടെയും തന്നെ ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് മധ്യ കേരളത്തിൽ NDAയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നത്. ഇതിനുശേഷം ഇന്ന് NDA നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഇത് സാബു ജേക്കബ്, അതോടൊപ്പം തന്നെ BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കൾ എല്ലാവരും തന്നെയും അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടാകും. ഇതിനുശേഷമാണ് സെന്റ് തോമസ് മൗണ്ടിലെ, സിറോ മലബാർ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലെ അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP സംസ്ഥാന അധ്യക്ഷനും മറ്റു നേതാക്കളും ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. മുനമ്പം സമരപ്പന്തലിലെത്തുന്നുണ്ട്. മുനമ്പം സമരത്തിന്റെ ഒരു 500ാം ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ ഇന്ന് BJPയുടെ NDAയുടെ നേതൃത്വത്തിൽ എറണാകുളം കേന്ദ്രീകരിച്ചുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ സിറോ മലബാർ സഭാ സ്ഥാനത്ത് നടത്തുന്ന സന്ദർശനം തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുക, അല്ലെങ്കിൽ NDAയോട് ചേർത്ത് വയ്ക്കുക, കൂടുതൽ വോട്ട് ബാങ്കുകൾ, വോട്ട് ലക്ഷ്യമിടുക, ഉറപ്പിക്കുക എന്ന
ഒരു ആശയത്തിലൂന്നിയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മധ്യ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പാക്കാൻ അത് സാധിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് NDA കരുതുന്നത്, BJP കരുതുന്നത്. ആ ഒരു ദൗത്യവുമായിട്ടാണ് കിരൺ റിജിജു എത്തുന്നത്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നത്. നേരത്തെ നമുക്കറിയാം പല നേതാക്കളും തന്നെ BJP നേതാക്കള്, കേന്ദ്ര നേതാക്കൾ എത്തുമ്പോൾ തന്നെ സിറോ മലബാർ സഭ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സന്ദർശനം നടത്തുകയും ചില ചർച്ചകൾ നടത്തുകയും എല്ലാം തന്നെ ഉണ്ടാകുന്നത് നമുക്കറിയാം. മറ്റ് മതമേലധ്യക്ഷന്മാരെ കാണുന്നത് സംബന്ധിച്ച ഇതുവരെയും ഒരു അറിയിപ്പോ സൂചനകളോ ലഭിച്ചിട്ടില്ല. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരം. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കോട്ടിഷ് സ്കൂളിൽ തീപിടുത്തം. 3 സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് തീപിടുത്തമുണ്ടായത്. സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ബസ്സുകളാണ് കത്തിനശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം? ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം, അതിനുശേഷം തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് തീപിടുത്തമുണ്ടായത്. അവിടുത്തെ സ്കോട്ടിഷ് സ്കൂളിലായിരുന്നു സ്കൂൾ ബസ്സുകൾക്ക് തീപിടുത്തമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ കൂടി തന്നെ നമുക്ക് വ്യക്തമാണ്, വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ തീപിടുത്തത്തിന് പിന്നിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനി പോകേണ്ടതുണ്ട്, വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. 3 സ്കൂൾ ബസ്സുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? അനുശ്രീ, ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 2:30 ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കഴക്കൂട്ടത്തെ ഈ സ്വകാര്യ സ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന 3 ബസ്സുകൾക്കായിരുന്നു തീ പടർന്നത്. ഒരു വലിയ ബസ്സും 2 ചെറിയ ബസ്സുകളുമാണ് ഉണ്ടായിരുന്നത്. സമീപവാസികളാണ് ബസ്സിൽ തീ ആളിക്കത്തുന്നത് ശ്രദ്ധയപ്പെടുന്നത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുന്നത്. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിരുന്നാലും ഈ പറയുന്ന ഇതിനെ തുടർന്ന് ചാക്കയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും പോലീസ് എത്തുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. വളരെ ശ്രമപ്പെട്ടായിരുന്നു തീ കെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അനുശ്രീ, ശരി, അരുൺ മോഹനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് സ്കോട്ടിഷ് സ്കൂളിൽ തീപിടുത്തമുണ്ടായത്. 3 സ്കൂൾ ബസ്സുകളാണ് കത്തി നശിച്ചത്. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാസർഗോഡ് മുളിയാർ പാണൂരിലെ കയർ ഫാക്ടറിയിൽ ഇന്നലെ രാത്രി വൻ തീപിടുത്തമുണ്ടായി. രാത്രി 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കുറ്റിക്കോലിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. പാൻറ്റാൻ്റെ ചെപ്പ് കൂട്ടുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തമുണ്ടായത്. ഓക്കെ, നമ്മളവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഒരു കയർ ഫാക്ടറിയിലാണ് തീ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എന്തെങ്കിലും ചെറിയൊരു പിഴവുണ്ടായാൽ തന്നെ തീപിടുത്തത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണമുണ്ടോ ഇതിന്റെ പിന്നിൽ? അനുശ്രീ, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മുളിയാർ പാണൂരിലെ കയർ ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായത്. ഈ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പ്ലൈവുഡ് ബസ്സുകളും അല്ലെങ്കിൽ കയർ ഫാക്ടറികളും എല്ലാം കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുറ്റിക്കോലിൽ നിന്നും കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നിന്നും എത്തിയ ഫയർഫോഴ്സ് ഏറെ നേരം മണിക്കൂറുകളോളം ശ്രമത്തോടിലാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഏതായാലും പരിസര പ്രദേശങ്ങളിലെല്ലാം വലിയ ആശങ്കയായിരുന്നു. ഈ സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മണിക്കൂറുകളുടെ ശ്രമഫലത്തിനൊടുവിൽ തീ അടയ്ക്കാനായി. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അനുസരിച്ച്
KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മുളിയാറിലാണ് പാനൂരിലെ കയർ ഫാക്ടറിയിൽ ഇന്നലെ രാത്രിയോടെ വൻ തീപിടുത്തമുണ്ടായത്. രാത്രി 9 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടായിരുന്നു തീപിടുത്തത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ. മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്നും തുറന്നു പറഞ്ഞു. मुझको लगता है कि ममता दी के बजाय इंडिया अलायंस का आई और एन और डी और आई सब निकल जाएगा, क्योंकि ममता बनर्जी ही इस गठबंधन की नेता है और साथ साथ और 2-4 लोग हैं जो कि इस पद को हासिल कर सकते हैं. और मैं उम्मीद रखता हूँ कि बजाय राहुल गांधी इसी पद पर रहने की कोशिश करें, किसी और को जो छोटी पार्टियों का है, स्टालिन हो, ममता देवी हो, ममता दीदी हो, ये अखिलेश हो, तेजस्वी हो, और कोई संभाले तो उनके पास ज़्यादा टाइम रहेगा चलाने के लिए. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, മണിശങ്കർ അയ്യരുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണത്തിനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അനുശ്രീ, ഏതായാലും മണിശങ്കർ അയ്യർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം നേരത്തെയും സമാനമായ നിലപാടുകൾ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച എത്തിയപ്പോഴാണ് മണിശങ്കർ അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുകയും അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് പറയുകയും ചെയ്തത്. തൊട്ടടുത്ത ദിവസവും ആ നിലപാട് ആവർത്തിക്കുകയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അടക്കം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. അതിന് സമാനമായ രീതിയിലൊരു പ്രതികരണമാണിപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന് നേതൃസ്ഥാനം ഒഴിയണം എന്ന കാര്യം ഇപ്പോൾ മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നു. പകരം അദ്ദേഹം മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ്. മമതാ ബാനർജി നിലവിൽ സർക്കാരിനെയും പാർട്ടിയെയും നയിക്കുന്ന വനിതാ നേതാവാണ് മമത. അതുകൊണ്ട് തന്നെ മമത ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരണം, അത് ഏറ്റെടുക്കണം എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇല്ലാതെ ഇന്ത്യ സഖ്യമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും അത് കോൺഗ്രസിനെതിരെയാണ്, രാഹുൽ ഗാന്ധിക്കെതിരെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, മമതാ ബാനർജി അല്ലാതെ മറ്റു ചില പേരുകൾ കൂടി അദ്ദേഹം ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. MK സ്റ്റാലിൻ, ഒപ്പം തന്നെ അഖിലേഷ് യാദവ് തുടങ്ങിയവർക്കൊക്കെ തന്നെ നേതൃസ്ഥാനത്തേക്ക് വരാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കളാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മണിശങ്കർ അയ്യരെ അപ്പാടെ തള്ളിക്കളയുകയാണ് കോൺഗ്രസ്. നേരത്തെ കേരളത്തിലും സമാനമായ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം പാർട്ടിയിലില്ല എന്ന് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. ബംഗാളിൽ ഇപ്പോൾ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നതും ഏതാണ്ട് അതേ രീതിയിലാണ്. കാരണം രാജ്യസഭാ സീറ്റുകൾ ബംഗാളിൽ ഒഴിവ് വരുന്നുണ്ട്. അപ്പോൾ അത് ലക്ഷ്യമിട്ടാണോ ഇത്തരം പരാമർശങ്ങൾ മണിശങ്കർ അയ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മണിശങ്കർ അയ്യർ മാത്രമല്ല അടുത്തിടെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ മൻമോഹൻ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാരു ഒരാഴ്ച മുമ്പാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതായത് മമതാ ബാനർജി അധികാര സ്ഥാനത്തേക്ക് വരണം, ഇന്ത്യ സഖ്യത്തിന് നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യം സഞ്ജയ് ബാരു പറഞ്ഞിരുന്നു. അതിനെ തൃണമൂലിലെ പല നേതാക്കളും പിന്തുണച്ചിരുന്നു. പ്രത്യേകിച്ച് രാജ്യസഭാ MP ആണ് സാഗരിയ ഘോഷ് ആ ഒരു ആവശ്യം അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിലും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന് നേതൃനിരയിലേക്ക് വരണമെന്ന ആവശ്യം ഉള്ളതാണ്. പല നേതാക്കളും അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരമൊരു ആവശ്യം കല്യാൺ ബാനർജി അടക്കമുള്ള തൃണമൂലിൻ്റെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പരാമർശം മണിശങ്കർ അയ്യർ നടത്തുമ്പോൾ തൃണമൂൽ ഏതായാലും അതിനെ തള്ളിപ്പറയില്ല. ഏതായാലും തൃണമൂലിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അനുശ്വരം. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ. JNUവിൽ സംഘർഷം. വൈസ് ചാൻസലറുടെ ദളിത് വിരുദ്ധ പരാമർശത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിന് നേരെ ABVP ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നു. എന്നാൽ ഇടത് സംഘടനകൾ അതിക്രമം നടത്തിയെന്നാണ് ABVPയുടെ ആരോപണം. കല്ലേറിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്കുണ്ട്.
ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട താക്കോൽദാനം മറ്റന്നാൾ. 178 വീടുകളുടെ താക്കോൽദാനമാണ് നടക്കുക. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, അങ്ങനെ 178 ആളുകളുടെ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. അവർക്ക് നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിക്കുന്നു മറ്റന്നാളോടെ, അല്ലേ? അനുശ്രയ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തത്. ഇവർക്കുള്ള വീടുകളുടെ കൈമാറ്റമാണ് ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. നറുക്കെടുപ്പ് സുതാര്യവും കൃത്യതയോടെയുമാണ് നടന്നത്. നറുക്കെടുപ്പിൽ വീടുകൾ ലഭിച്ചവർക്ക് വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടത്താം. 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീടുകൾക്ക് പുറമെ പൊതു റോഡ്, ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതു മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ്, ഫാർമസി, പരിശോധന, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, OP ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും. പൊതുമാർക്കറ്റിൽ കടകൾ, സ്റ്റാളുകൾ, ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്ക് കളിസ്ഥലം, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ ഒരുക്കും. കളിസ്ഥലം, ലൈബ്രറി, ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവും കമ്മ്യൂണിറ്റി സെന്ററിൽ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഉദ്ഘാടനത്തിലുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരുന്നു. കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ഉദ്ഘാടനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനാവുമെന്നാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. മന്ത്രിമാരായ OR കേളു, അതുപോലെ തന്നെ റോഷി അഗസ്ത്യൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KB ഗണേഷ് കുമാർ, PA മുഹമ്മദ് റിയാസ്, അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, MP പ്രിയങ്ക ഗാന്ധി, MLA മാരായ T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ DR മേഘശ്രീ, ടൗൺഷിപ്പ് പ്രൊജക്ട് ഓഫീസർ സ്പെഷ്യൽ ഓഫീസർ സുഹാസ് തുടങ്ങിയ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാവരും പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനുവേണ്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ഏതാണ്ട് ഒരു 178ഓളം കുടുംബങ്ങൾക്കാണ് ആദ്യമായി ഇപ്പോൾ ഈ വീട് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മൊത്തം 400 അധികം അല്ലെങ്കിൽ 411ഓളം വീടുകളിലുള്ളത് മറ്റു വീടുകളുടെ പണി തന്നെ ദ്രുതഗതിയിൽ ഇതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തോട് കഴിയുന്നതോടൊപ്പം തന്നെ തുടങ്ങുകയും അടുത്ത 2ാം ഘട്ട ഉദ്ഘാടനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ അല്ലെങ്കിൽ അതായത് മറ്റന്നാൾ താക്കോൽ ദാനകർമ്മവും അതുപോലെ തന്നെ അവർക്കുള്ള പട്ടയം എല്ലാം വിതരണം ചെയ്യുന്നത് മറ്റന്നാൾ, അതായത് 25-ാം തീയതി ബുധനാഴ്ച 4 മണിയോടെയാണ്. അനുശ്രീ. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ. വാടാനംകുറിശി പരുത്തിപ്ര റോഡിലെ ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരമായി. കുണ്ടും കുഴിയും നിറഞ്ഞ പാത ഇന്റർലോക്ക് കട്ട വിരിച്ച് നവീകരിച്ചു. 20 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി ചെലവഴിച്ചത്. വാടാനംകുറിശിയിൽ നിന്നും ഷൊർണൂർ ടൗണിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന പരുത്തിപ്ര റോഡ് വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഷൊർണൂർ നഗരസഭയുടെ ഭാഗം ടാർ ചെയ്ത് നവീകരിച്ചു. തുടർന്നാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഭാഗം ഇന്റർലോക്ക് കട്ടകൾ വെച്ച് നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തികൾ നടത്തിയത്. പ്രദേശത്തെ ഇന്റർലോക്ക് നിർമ്മാണ കമ്പനിയായ ക്യാപിറ്റലിന്റെ സഹകരണവും പദ്ധതിക്ക് ലഭിച്ചു. നവീകരണം പൂർത്തിയായ പാത മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ട് ഈ റോഡ് മാറുമ്പോൾ തന്നെ ഇനിയും കുറച്ച് വർക്കുകൾ അതിലുണ്ട്. അതുകൂടി പൂർത്തീകരിക്കുമ്പോൾ ഈ പരിസരത്തെ ഏറ്റവും മികച്ച റോഡായിട്ട് ആ റോഡ് മാറുന്നു. 700 മീറ്റർ റോഡാണ് ഇന്റർലോക്ക് കട്ട വിരിച്ചത്. കോൺക്രീറ്റ് പ്രൊട്ടക്ഷനും ഒരുക്കിയിട്ടുണ്ട്. മുൻപ് ഈ റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു. കുത്തനെ ഇറക്കവും തകർച്ചയും വാഹനയാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. റോഡ് നവീകരിച്ചതോടെ ഷൊർണൂർ ടൗണിലേക്കുള്ള നിരവധി ആളുകളാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ന്യൂസ് 18 പാലക്കാട്. ബുക്ക് ചെയ്ത കാർ ലഭിക്കാത്തതിനെ തുടർന്ന് കാസർഗോഡ് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചയാൾക്ക് 29.10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. കാസർഗോഡ് സ്വദേശി ഹംസയാണ് പരാതിക്കാരൻ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് വിധി. 9 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹംസയ്ക്ക് അനുകൂലമായ അന്തിമവിധി ഉണ്ടായത്. 2016 11.21 ലക്ഷം രൂപ നൽകി ബുക്ക് ചെയ്ത കാർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ബേക്കൽ ഹദാദ് സ്വദേശിയും പ്രവാസിയുമായ ഹംസ കുന്നിലിനി
29,10,173 രൂപ നഷ്ടപരിഹാരം നൽകാൻ കാസർഗോഡ് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനും തുടർന്ന് കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനും വിധിച്ചത്. 2016 പുറത്തിറങ്ങിയ മാരുതി സുസുക്കിയുടെ ബ്രസ വിത്താര കാറാണ് ഹംസ ബുക്ക് ചെയ്തത്. കാഞ്ഞങ്ങാട്ടെ പോപ്പുലർ കാർ ഷോറൂം വഴിയാണ് ബുക്കിംഗ് നടത്തിയത്. ബുക്കിംഗിന് പിന്നാലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാർ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാർ കൊണ്ടുവരുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടുവെന്നായിരുന്നു മറുപടി. പകരം പുതിയ കാർ ലഭിക്കുന്നതുവരെ 2% പലിശ നൽകാമെന്ന ഓഫർ നൽകിയെങ്കിലും ഹംസ അതിന് സമ്മതിച്ചില്ല. കാർ വാങ്ങുന്നതിനായി ഗൾഫിൽ നിന്ന് പ്രത്യേകമായി നാട്ടിലെത്തിയതായും ഹംസ വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കമ്മീഷൻ വിധിക്കെതിരെ എതിർകക്ഷികൾ സംസ്ഥാന കമ്മീഷനെ സമീപിച്ചെങ്കിലും വിധി ശരിവെക്കുകയായിരുന്നു. വണ്ടി വന്നിട്ടുണ്ട്, അത് ഞാൻ അതിനാദ്യം ഫണ്ട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഗൾഫിൽ തിരിച്ചു വന്ന് ബാങ്കിൽ പോയി ബാങ്കിൽ ലോൺ എടുത്ത് പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ ഇവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഫണ്ട്. ഇത് കിട്ടാത്ത കാരണം പിന്നെ ഞാൻ ഷോറൂമിൽ പോയപ്പോൾ ഇവർ പറഞ്ഞു വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞു. വരുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയി. അപ്രകാരം ഞാൻ എന്താ വെച്ചാൽ അവർ പോയി പറഞ്ഞു എനിക്ക് വണ്ടി നിങ്ങൾ തന്നതിന് വെച്ചാൽ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ എനിക്കൊരു വണ്ടി വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു നഷ്ടപരിഹാരം എനിക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാസർഗോഡ് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. കോടതി ചെലവുൾപ്പെടെ 30 ദിവസത്തിനകം തുക നൽകാനാണ് വിധി. നഷ്ടപരിഹാര തുകയിൽ 25 ലക്ഷം രൂപ ഇതിനകം ഹംസയുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചു കഴിഞ്ഞു. ബാക്കി തുക കോടതി നിശ്ചയിച്ചിരിക്കുന്ന അടുത്ത തീയതിയിൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷുക്കൂറാണ് കേസിൽ വാദിഭാഗത്തിന് വേണ്ടി ഹാജരായത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവം അപമാനഭീതിയും അപവാദ പ്രചാരണത്താലുമെന്ന് എഫ്ഐആർ. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് നിരപരാധിത്വം വ്യക്തമാക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. സംഭവത്തിൽ ആദൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. ജസീലയെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതിലും സ്വഭാവഹത്യ നടത്തിയതിലുമുള്ള മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് കേസ്. കെ വി ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, കഴിഞ്ഞ ദിവസം യുവതി അവസാനമായി ചിത്രീകരിച്ച ആ വീഡിയോ പുറത്തു വന്നിരുന്നു. അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് യുവതി എത്രത്തോളം മനോവിഷമത്തിലായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ എഫ്ഐആറിലും അതുതന്നെയാണ് വ്യക്തമാകുന്നത്. അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുശ്രീ, അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വിദ്യാനഗർ പോലീസ്. ഇതിൽ പ്രധാനമായും എഫ്ഐആറിൽ പറയുന്നത് ഇത് തന്നെയാണ്. അപമാനവും അതുപോലെ തന്നെ അപവാദ പ്രചരണവും ഇതാണ് ഈ വലിയ മനോവിഷമത്തിനിടയാക്കിയതും ഈ ഒരു ജീവനൊടുക്കാൻ സാഹചര്യമുണ്ടായതുമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സഹോദരന്റെ പരാതിയിലാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ യുവതിയുടെ ഭർത്താവിന്റെ വീട്ടിന്റെ സമീപമുള്ള ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ 9.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന ഒരു പരാതി ആദൂർ പോലീസിൽ നൽകുന്നത്. അത് ജസീരയാണ് ആ സ്വർണം മോഷ്ടിച്ചെന്ന തരത്തിൽ പരാതി നൽകുകയും പിന്നീട് ജസീരയെ ഈ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അങ്ങനെ മാനസികമായി വലിയ തോതിൽ വിഷമം ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം വലിയ തോതിൽ പ്രചരണം, നാട്ടിൽ ഇങ്ങനെ സ്വർണം മോഷ്ടിച്ച ഒരാൾ എന്ന നിലയിൽ വലിയ തോതിൽ പ്രചരണവും ഉണ്ടായി. അത് ഇവർക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കി. അതോടൊപ്പം ഈ ആൺസുഹൃത്തിനെ ചേർത്ത് അപവാദ പ്രചരണങ്ങളും ഉണ്ടായി എന്നാണ് ഇവരുടെ വീഡിയോയിൽ തന്നെ ആ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതാണ് ഈ ഒരു ജീവനൊടുക്കാൻ യുവതി കാരണമായത് എന്നാണ് എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ യുവതി ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരുടെ സ്വന്തം വീട് വരുന്നത്. അവിടെ ഈ ഒരു എലിവേഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് വെള്ളിയാഴ്ചയായിരുന്നു ആശുപത്രിയിൽ നിന്നും ഇങ്ങനെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവരുടെ മരണമൊഴിയായുള്ള രഹസ്യമൊഴി അത് മജിസ്ട്രേറ്റിന് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിർണായകമായ വിവരങ്ങൾ ഈ യുവതി പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ആൺസുഹൃത്തിനെയും ഒപ്പം അവരുടെ മാതാപിതാക്കളെ അവരെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരെ ഇന്ന് ചോദ്യം ചെയ്തേക്കാം. വിദ്യാനഗർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. എന്നാലും വലിയ തോതിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം 2 കുഞ്ഞു മക്കൾ മാത്രമാണ് ഇവർക്കുള്ളത്. അവരുടെ വിഷമങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവർ ആ ഒരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമായിരുന്നു ഈ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കൃത്യമായി കാരണം പറയുന്നുണ്ട്. താൻ നിരപരാധിയാണ്, തന്റെ മക്കൾക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ സാധിക്കും, കാരണം ഒരു കള്ളി എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി, തന്നെ ആരും വിശ്വസിക്കുന്നില്ല. അത്തരത്തിൽ വലിയ തോതിൽ വൈകാരികമായ ഒരു ദൃശ്യം
ചിത്രീകരിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇവർ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ആദൂർ പോലീസിനെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ആദൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് നേരിട്ട ദുരനുഭവം ആ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. തന്നെ കേൾക്കാൻ അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് മനസ്സിലായി തന്നെ കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. മാത്രമല്ല വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ തോതിൽ മാനസിക വിഷമത്തിലായിരുന്നു യുവതി. ഈ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഭർത്താവ് ഉൾപ്പെടെയുള്ളവരും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവരുടെ പരാതിയിലും. അതായത് സഹോദരനും ബന്ധുവും ഈ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ പോലീസ് ആ രീതിയിലുള്ള അന്വേഷണം ഇന്ന് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിലൊരു യുവതിക്ക് ദുരനുഭവം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി ഉണ്ടായില്ല. ഇനി ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാത്ത നീതി അത് മരിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് ഈ കുടുംബം, പ്രത്യേകിച്ച് ഇവരുടെ മാതാവ് ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഇന്ന് പോലീസ് ആ ഒരു തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുൾപ്പെടെ ഇതിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹരിശ്രീ. ശരി, KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ. പാലക്കാട് തിരുവേഗപ്പുറ കാലടിക്കുന്ന് റെഗുലേറ്റർ കം ഫുഡ് ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. 25 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പ്രദേശത്ത് സന്ദർശനം നടത്തി പുരോഗതി വിലയിരുത്തി. പാലക്കാട് തിരുവേഗപ്പുറം പഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പുളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് തൂതപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയും കാർഷിക ജലസേചനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 25 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. റെഗുലേറ്റർ, നടപ്പാലം, ഏപ്രിൻ, ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം, പ്രവേശന റോഡ്, ജനറേറ്റർ മുറി, പുഴയോര സംരക്ഷണ പ്രവർത്തനം എന്നിവയാണ് നടപ്പാക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പദ്ധതി സന്ദർശിച്ച് പ്രവർത്തികൾ വിലയിരുത്തി. നമ്മുടെ തിരുവേഗപ്പുറ തടയണ എന്ന് ദീർഘകാലമായി പറയുന്ന തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെയും ഇരുമ്പുളിയം പഞ്ചായത്തിന്റെയും ഇടയിൽ തൂതപ്പുഴയ്ക്ക് ഉള്ളിലായിട്ട് വരുന്ന ഏറ്റവും വലിയ ഒരു തടയണ, റെഗുലേറ്റർ, പുതിയൊരു തടയണ, അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. ഇടക്കാലത്ത് ചെറിയൊരു തടസ്സമുണ്ടായിരുന്നത് ഇവിടേക്ക് വാഹനങ്ങൾ വരാനുള്ള തടസ്സമായിരുന്നു. എന്തായിരുന്നാലും റെഗുലേറ്റർ വളരെ വേഗത്തിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ 2 പഞ്ചായത്തിലുമുള്ള കൃഷിക്കാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഏറെ പ്രയോജനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൈവരികൾ ഉൾപ്പെടെ 1.5 മീറ്റർ വീതിയുള്ള നടപ്പാലമാണ് നിർമ്മിക്കുക. 2.5 മീറ്റർ വീതിയുള്ള ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമും ഷട്ടറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി ഉണ്ടാകും. വേനൽ തുടങ്ങിയാൽ തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. തിരുവേഗപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളത്തിനായി പുഴയിൽ താൽക്കാലിക തടയണ കെട്ടിയാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താത്ത പ്രശ്നവും ഉണ്ടായിരുന്നു. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയിൽ 3 കിലോമീറ്ററോളം ദൂരം വെള്ളം സംഭരിക്കാൻ കഴിയും. അതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. ചിലർക്ക് ജയിൽവാസം എന്നത് ശിക്ഷയല്ല, കൃത്യസമയം ഭക്ഷണം ലഭിക്കുന്ന ഒരു ഉല്ലാസ കേന്ദ്രവും കൂടിയായി ജയിലിനെ കാണുന്നവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവാണ് കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് 112ലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കിയത്. പോലീസ് ഭീകരവാദം സംശയിച്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ പുറത്തു വന്നത് വിചിത്രമായ ഭക്ഷണമോഹിയുടെ കഥയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10-നാണ് 44-കാരനായ പ്രമോദ് ജോൺ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് 112 എന്ന നമ്പറിൽ വിളിച്ച് ഭീഷണി മുഴക്കിയത്. കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ള ബോംബ് 50 മിനിറ്റിനുള്ളിൽ പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ഫോൺ നമ്പർ തെരഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഉടമയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രമോദിന്റെ വീട്ടിൽ പോലീസ് സംഘമെത്തി. അവിടെ പോലീസിനെ കാത്തു നിൽക്കുകയായിരുന്നു ഇയാൾ. ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. തീവ്രവാദ ബന്ധം സംശയിച്ചും ചോദ്യം ചെയ്തെങ്കിലും യുവാവിൽ നിന്നും വിചിത്ര മറുപടിയാണ് ലഭിച്ചത്. ജയിലിലെ നല്ല ഭക്ഷണം പ്രതീക്ഷിച്ചാണ് താൻ ഭീഷണി മുഴക്കിയതെന്നായിരുന്നു പ്രമോദ് ജോണിന്റെ മൊഴി. ജയിലിൽ കഴിയാനാണ് ബോംബ് ഭീഷണി മുഴക്കിയതെന്ന് പ്രമോദ് വെളിപ്പെടുത്തിയെങ്കിലും പോലീസ് ആദ്യം വിശ്വസിച്ചില്ല. പ്രാദേശികമായുള്ള അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് പ്രമോദിന്റെ മൊഴി വിശ്വസിച്ചത്. അവിവാഹിതനായി ഇയാൾ ജോലിക്ക് പോകാറില്ല. അടിപിടി കേസിൽ നേരത്തെ 15 ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്ന് കൃത്യസമയത്ത് ഭക്ഷണം ലഭിച്ചിരുന്നതാണ് പ്രചോദനമായതെന്നും പ്രമോദ് പോലീസിനോട് പറഞ്ഞു. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കൊല്ലം. റംസാനിൽ നോമ്പ് തുറക്കാൻ കഴിയാത്ത വഴിയാത്രക്കാർക്ക് ഇഫ്താർ കിറ്റ് നൽകി സാന്ത്വനമാവുകയാണ് ഇഫ്താർ ഖൈമകൾ. SYS സോൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വഴിയോരങ്ങളിൽ ഭക്ഷണ പാനീയങ്ങളുമായി പ്രവർത്തകർ വീണ്ടും സജീവമാകുന്നത്. വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പുതുറക്ക് സൗകര്യമൊരുക്കി എന്ന ലക്ഷ്യത്തിലാണ് നാടെങ്കും ഇഫ്താർ ഖൈമകൾ ഒരുക്കിയത്. SYS പട്ടാമ്പി സോൺ സാമൂഹികം ഡയറക്ടറേറ്റിന് കീഴിൽ
മേലെ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിന് മുന്നിലൊരുക്കിയ ഇഫ്താർ ഖൈമ വഴി 100 കണക്കിന് വഴിയാത്രക്കാർക്കാണ് നോമ്പ് തുറക്കുള്ള വസ്തുക്കൾ നൽകുന്നത്. ബസ്സുകളിലെ യാത്രക്കാർക്കും ദീർഘദൂര ലോറി ജീവനക്കാർക്കും നോമ്പുതുറ സമയത്ത് വീടുകളിൽ എത്താൻ കഴിയാത്തവർക്കും ഭക്ഷണവും പഴങ്ങളും വെള്ളവും ഉൾപ്പെടെ ഇഫ്താർ കിറ്റുകൾ നൽകിയാണ് SYS വളണ്ടിയർമാർ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ 2 വർഷം വളരെ വിജയകരമായി പൊതുജന പിന്തുണയോടുകൂടെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകളും വ്യത്യസ്ത നാടുകളിലേക്ക് പോകുന്ന പല ആളുകൾക്കും ദിനേനയെന്നോണം 100ഉം 200ഉം ആളുകൾക്കാണ് ഈ ഒരു സദുദ്യമത്തിലൂടെ നോമ്പ് തുറക്കുവാൻ കഴിയുന്നത്. ഈ സംരംഭവുമായി സഹകരിച്ച എല്ലാ സുമനസ്സുകളെയും വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. നാടിന്റെ നാനാദിക്കുകളിൽ നിന്ന് നാനാജാതി മതസ്ഥരടക്കമുള്ള ആളുകൾ ഈ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി ഇതിന്റെ സ്പോൺസർഷിപ്പിന് വേണ്ടി ആളുകൾക്ക് നോമ്പ് തുറ ഒരുക്കുവാൻ വേണ്ടി വളരെ സജ്ജമാകുന്നു എന്നത് ഈ മഹത്തായ സ്നേഹപ്രവർത്തനത്തിന്റെയും ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെയും പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പട്ടാമ്പി സോൺ പരിധിയിലെ 6 സർക്കിളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റിലെ പ്രവർത്തകരും സഹകാരികളും കൈകോർത്തുകൊണ്ടാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ വഴിയോര നോമ്പുതുറ സംരംഭം സജ്ജീകരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. യുദ്ധഭീതിക്കിടെ ഇറാൻ അമേരിക്ക അടുത്തഘട്ട ചർച്ച വ്യാഴാഴ്ച ജനീവയിൽ. ആണവ കരാറിനായി തയ്യാറാക്കിയ കരട് മാർഗനിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കും. സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിൽ സംശയങ്ങളുണ്ടെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു. They asked me that this morning, and I don't want to use the word frustrated. It's almost because he understands he's got plenty of alternatives. But it's curious. He's curious as to why they haven't, I don't want to use the word capitulated, but why they haven't capitulated. Why under this sort of pressure with the amount of sea power, naval power that we have over there, why they haven't come to us and said, we profess that we don't want a weapon. So here's what we're prepared to do, and yet it's hard to sort of get them to that place. We're hopeful, Jared and I, that we've put some proposals on the table to both sides that will bring them together in the next 3 weeks and maybe even result in a summit between Zelensky and President Putin. Might end up being a trilateral at some point with the president. We'll have to see. I think he doesn't want to come to a meeting unless he feels that he can consummate this thing and get the best result, and he uniquely has that power to do it. So hopefully you'll be hearing some good news in the coming weeks. നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും യുദ്ധം ഒഴിവാക്കാനുള്ള സാധ്യത കുറവെന്നാണ് ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ഇറാനിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, ഈ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ശേഷം യുദ്ധഭീതി ഒഴിയാനുള്ള സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? അനുശ്രീ, ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും ഇതുവരെ 2 ഘട്ട ചർച്ചകളാണ് നടത്തിയത്. ഈ 2 ഘട്ട ചർച്ചകളിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. അടുത്ത വ്യാഴാഴ്ച ജനീവയിൽ 3ാം ഘട്ട ചർച്ച നടക്കും. US-ന്റെ ഭാഗത്ത് നിന്ന് സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജുരാദ് കുഷ്ണറും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇറാനും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ജനീവ ചർച്ചകളാകും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം 2 ആഴ്ചത്തെ സമയമാണ് അന്തിമ കരാറിനായി ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇറാൻ എന്ത് ബദൽ നിർദ്ദേശങ്ങൾ ഈ ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കും എന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയം. ആദ്യ 2 റൗണ്ട് ചർച്ചകളിലും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം അത് പൂർണ്ണമായും അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ 60% സമ്പുഷ്ടീകരിച്ച യുറാനിയം അത് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല, മിസൈൽ പദ്ധതികളിലടക്കം വിശദമായ ചർച്ചകൾ വേണം എന്നൊരാവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു ഇറാൻ. എന്നാൽ ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇതിന് ബദൽ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഇറാൻ മുന്നോട്ട് വെച്ചേക്കും. ഈ ബദൽ നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കുമോ എന്നതാവും ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമായും ചില ബദൽ നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. അതായത് 3 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം അത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ഒരുപക്ഷെ ഇറാൻ തയ്യാറായേക്കും. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളുടെ പരിശോധന ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളിൽ അത് നേരത്തെ വാഗ്വാദങ്ങളെ തുടർന്നും തർക്കങ്ങളെ തുടർന്നും നിർത്തിവെച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികളെ അവിടെ പരിശോധന നടത്താൻ ഇറാൻ അനുവദിച്ചിരുന്നില്ല. ഇതിലൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ ഇറാൻ തയ്യാറായേക്കും. എന്തായാലും ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് എത്രത്തോളം അമേരിക്ക അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഇറാനിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുകയാണ്. ഇത്തവണ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നത്. തെഹ്റാനിലും മഷാദിലും 5 യൂണിവേഴ്സിറ്റികളിൽ ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും 2 റൗണ്ട് ചർച്ചകൾ നടന്നു. 3-ാം റൗണ്ട് ചർച്ചകൾ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പക്ഷേ അപ്പോഴും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒരു യുദ്ധം ഒഴിവാകാനുള്ള സാധ്യത വിദൂരമാണ് എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം 2003 ഇറാഖ് അധിനിവേശനത്തിന് ശേഷം ഇത്രയേറെ സൈനിക വിന്യാസം അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നടത്തിയ ഒരു ചരിത്രമില്ല. സ്വാഭാവികമായും ഇത്രയേറെ സൈനിക വിന്യാസം നടത്തിയിട്ടും ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല. അത് അമേരിക്കയെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ പ്രതികരണത്തിലും അതുതന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ട്രംപ് അടക്കം ഉള്ള ലോക നേതാക്കൾക്ക് ഇറാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല? എക്കണോമിക് പ്രഷർ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ യുദ്ധപ്പടയെ നിരത്തിയുള്ള സമ്മർദ്ദം, ഇതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാത്തതിലുള്ള അത്ഭുതം അമേരിക്കയ്ക്കുണ്ട്. ഇതാണ് ഇപ്പോൾ അവരെ ആശ്ചര്യപ്പെടുത്തുന്നതും. സ്വാഭാവികമായും 4 സാധ്യതകളാണ് വിദഗ്ധർ മുന്നിൽ കാണുന്നത്. ഒന്ന്, അടുത്ത വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ആ ചർച്ചകൾ ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ ഒരു കരാറിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ലിമിറ്റഡ് സ്ട്രൈക്കിനുള്ള സാധ്യത അമേരിക്ക ഒരുപക്ഷെ പരിമിതമായ അളവിൽ സെലക്റ്റഡ് കേന്ദ്രങ്ങളിൽ ഇറാനിൽ ആക്രമണം നടത്തും എന്ന് വിദഗ്ധർ കണക്കുകൂട്ടുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റ് സാധ്യതകൾ ഇങ്ങനെയാണ്. ഒന്ന്, മാർച്ച് 19 വരെ റമദാൻ മാസമാണ്. സ്വാഭാവികമായും ഈ കാലയളവിൽ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഈ കാലയളവിൽ അവരുടെ പുണ്യമാസത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം ഒട്ടും ഉചിതമല്ല എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. മറ്റൊന്ന്, ഒരു പക്ഷേ മാർച്ച് 19 ശേഷം വളരെ ശക്തമായ ഒരു ആക്രമണം, ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകും. എന്തായാലും ഇറാനിൽ ഒരു ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇറാൻ പ്രതികരിച്ചതും എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇത് മുന്നിൽ കണ്ട് ആയത്തുള്ള അലി ഖമനേയി അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന തരത്തിൽ പദ്ധതികൾ തയ്യാറാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്തായാലും യുദ്ധഭീതി ഒഴിയുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ കലുഷിതമായി തന്നെ തുടരുന്നു. വ്യാഴാഴ്ച ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ അത് അമേരിക്ക അംഗീകരിക്കുമോ? ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നിർദ്ദേശങ്ങളോട് അമേരിക്കയുടെ പ്രതികരണം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലയളവിലെ സാഹചര്യം. അനുശ്രീ. ശരി, കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സേന 3 ഭീകരരെ വധിച്ചു. ഓപ്പറേഷൻ ട്രാഷി 1-ലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചത്. ആർമി, ജമ്മു കാശ്മീർ പോലീസ്, CRPF ടീമുകൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് സേന 3 ഭീകരരെ വധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സേന 2 ഭീകരരെ വധിച്ചതായുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ 3 ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഓപ്പറേഷൻ ട്രാഷി 1-ലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചത്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഇന്നലെ തന്നെ 2 ഭീകരരെ വധിച്ചതായുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് തെരച്ചിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ 3 ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അനുശ്രീ, ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇത്തരമൊരു നീക്കം നിർണായകമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ഓപ്പറേഷൻ എത്തിയിരിക്കുന്നത്. 3 ഭീകരരെ ഇന്നലെ തന്നെ വധിച്ചിരിക്കുന്നു സുരക്ഷാ സേന. ഇവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ്. കാരണം മാസങ്ങളായി ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ മേഖലയിൽ സുരക്ഷാ സേന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതൊരു സംയുക്ത ഓപ്പറേഷനാണ് ഇത്തരമൊരു 3 ഭീകരരെ തുരത്താൻ സഹായിച്ചത് എന്നാണ് ഇപ്പോൾ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ആർമിയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ രാഷ്ട്രീയ റൈഫിൾസ് ജവാന്മാർ ഉണ്ടായിരുന്നു, ജമ്മു കശ്മീർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ജമ്മു കശ്മീർ പോലീസും CRPFും ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഇവർ ഏതാണ്ട്
ഒരു മണ്ണുകൊണ്ടുള്ള നിർമ്മിതിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു മലഞ്ചെരിവിൽ മണ്ണുകൊണ്ടുള്ള ഒരു നിർമ്മിതിയിൽ ഒളിച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഈ ഭീകരരുണ്ടായിരുന്നത്. അത് വളഞ്ഞ ശേഷം ഇവരെ തുരത്തുക ആയിരുന്നു എന്നാണ് ഇപ്പോൾ സൈന്യം വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സുരക്ഷാ സേനയെ സംബന്ധിച്ചുള്ള നിർണായക നേട്ടം എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം 3 പേരും ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ്. അതിൽ തന്നെ ഒരാൾ സൈഫുള്ള എന്ന് പറയുന്ന ആളുകൂടി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 10 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു എന്നുകൂടി ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുകയാണ്. കാരണം പല ഓപ്പറേഷനുകളുടെയും ഭാഗമായിരുന്നു ഈ സൈഫുള്ള. അപ്പോൾ സൈഫുള്ളയെ തുരത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായി ഏതായാലും സുരക്ഷാ സേന അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സൈഫുള്ളയെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ സുരക്ഷാ സേന പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഏതാണ്ട് ജമ്മു കാശ്മീരിൽ നടന്ന 6 ഏറ്റുമുട്ടലുകളിൽ അല്ലെങ്കിൽ 6 ആക്രമണങ്ങളിൽ സൈഫുള്ളയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ സൈഫുള്ളയെ പിടികൂടാൻ കഴിഞ്ഞത് ഒരു നിർണായക നേട്ടമായി ഏതായാലും സുരക്ഷാ സേന അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 3 പേർ മാത്രമല്ല ഈ പ്രദേശത്ത് തമ്പടിച്ചതെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേനയുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ സേന ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേരെ തുരത്തിയെങ്കിൽ പോലും കൂടുതൽ സേനയെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശം വളഞ്ഞുകൊണ്ടുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ ഇത് മറ്റിടങ്ങളിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് കൂടി സൈന്യം എത്തിയിട്ടുണ്ടോ? അത്തരം നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അത്തരം ഒരു നിഗമനം ഏതായാലും സൈന്യത്തിനുണ്ട്. കാരണം 3 പേർ മാത്രമായിരിക്കില്ല ഈ സംഘത്തിൽ ഉണ്ടാവുക. മാത്രവുമല്ല ഈ പ്രദേശത്ത് അതിന് ഭൂമിശാസ്ത്രമൊക്കെ തന്നെ ആ ആനുകൂല്യമൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അതിർത്തി മറികടന്ന് പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രണരേഖ മറികടന്ന് എത്തിയിട്ടുണ്ടാകാമെന്നാണ് കണക്കൂട്ടുന്നത്. കാരണം സാധാരണഗതിയിൽ നുഴഞ്ഞുകയറ്റമൊക്കെ തന്നെ നടക്കുന്നത് ഇത്തരത്തിൽ മഞ്ഞ് വീഴുന്ന കാലത്താണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇത് മഞ്ഞുകാലം അവസാനിച്ചു വരുന്നേ ഉള്ളൂ. സ്വാഭാവികമായും ഡിസംബർ ജനുവരി മാസത്തോടു കൂടി ഒരുപക്ഷെ കൂടുതൽ പേർ അതിർത്തി മറികടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേനയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 3-ൽ അവസാനിക്കില്ല എന്നൊരു നിഗമനത്തിൽ സുരക്ഷാ സേനയ്ക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ സേനയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CRPFന്റെ സാന്നിധ്യമുണ്ട്, ജമ്മു കശ്മീർ പോലീസുണ്ട്. അങ്ങനെ കൂടുതൽ സേനയെ വിപുലമായി കൊണ്ട് തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടക്കുകയാണ്. ഏതായാലും ഭീകരർ ഇതിന്റെ ആനുകൂല്യം മുതലെടുക്കുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടം. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ടാണ് ഈ മേഖലയിലൊക്കെ തന്നെ തമ്പടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സേനയെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ സൈന്യം സുരക്ഷാ സേന എത്തിക്കുകയും ചെയ്യുന്നത്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് സ്പെഷ്യൽ ഡേയിലേക്ക്. കാഞ്ഞിരക്കുളം സ്വദേശി ജിബുവിന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സഹോദരൻ ജിബിയും സുഹൃത്തുക്കളുമാണ്. ജിബുവിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം പൂവാർ സ്വദേശി ജസ്റ്റിന്റെയും രമ്യയുടെയും മകൾ ഐറയുടെ 3ാം ജന്മദിനമാണെന്ന് ഐറക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരത്തെ തന്നെയായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്കായിരുന്നു നമ്മൾ ആദ്യം തന്നെ പോയത്. ആ വാർത്തയിൽ എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ള വിവരങ്ങളിലേക്കൊക്കെ ഇനി നമുക്ക് പോകേണ്ടതുണ്ട്. അതിലൊക്കെ ഇനി ഒരു വ്യക്തത വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കുട്ടിക്ക് 2 ഇഞ്ചക്ഷനായിരുന്നു എടുത്തിരുന്നത്. ആ ഇഞ്ചക്ഷനിലുണ്ടായ എന്തെങ്കിലും പിഴവാണോ, മരുന്ന് മാറിപ്പോയതാണോ, ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും വലിയ തരത്തിലുള്ള അനാസ്ഥയാണോ ഈ മരണത്തിന് പിന്നിൽ എന്നുള്ളതിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ വാർത്ത തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ഫോക്കസായി മാറുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മുടെ വരും ബുള്ളറ്റിനുകളിലേക്കൊക്കെ നമുക്ക് പോവുകയും ചെയ്യാം. ഏതായാലും രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.